ആരെ ചിക്കനായിരിക്കുക, കയ്യൊക്കെ ഇട്ടിരിക്കുകയുള്ളൂ. ചിക്കൻ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നീ പറഞ്ഞല്ല, നാട്ടിലൊരു മാസികയുണ്ട് ഗുഡ് ന്യൂസ്. ഞാനത് വരുത്തും, എനിക്ക് എല്ലാ മാസികയും വരുന്നുണ്ട്. ഹല്ലേലൂയ, ഗുഡ് ന്യൂസ്, സങ്കീർത്തനം, മരിപ്പച്ച, നവീകരണം എല്ലാം. ഈ മാസികയൊക്കെ വരുന്നുണ്ട്. ഞാനത് മരിച്ചവരുടെയോ മരണ നോക്കാറില്ല, മരിച്ചവരുടെ. എന്തിനാണെന്ന് നോക്കുന്നത്? ഒരൊറ്റ വിഷയമാണ്. എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? അറിയാമോ? ദേവദാസന്മാരൊക്കെ മരിക്കുന്ന എത്രാമത്തെ വയസ്സിലാണ്? 58 മുതൽ 65 വയസ്സ്. എനിക്ക് സങ്കടം തോന്നും. അതവരുടെ പ്രൈം ടൈമാണ്. ഇന്ന് ക്രിസ്തീയ സഭയ്ക്ക് നല്ല ദാനം കൊടുക്കാനുള്ള എന്റെ സമയം ഇപ്പോഴാണ്. 66 വയസ്സായി. ഈ ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ എനിക്ക് ഇപ്പോഴേ 10 വർഷം മുമ്പ് സാധ്യത്തിലായി. ഇപ്പോഴാണ് ഞാൻ സഹോദരന്മാരെ ബിൽഡ് ചെയ്യാൻ കഴിയുന്നത്. ആ സമയമാകുമ്പോഴത്തേക്ക് ആളുടെ PhD കിട്ടും. PhD എന്ന് പറഞ്ഞാൽ പ്രഷർ, ഹാർട്ട്, ഡയബറ്റിക്. ആളുടെ PhD കിട്ടി, ആള് റിട്ടയർ. Take care of your health. What you eat, how much you eat, how much exercise you have. നിർത്തണം, അല്ലേ? നിർത്തണം. Don't hide anything from your partner. Let there be no secret. എല്ലാം പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഞാൻ എല്ലാം പറയത്തില്ല. പക്ഷെ ഒന്നും ഹൈഡ് ചെയ്യത്തില്ല. ഒരിക്കൽ ഞാൻ മറന്നുപോയി. ഞാൻ പലപ്പോഴും ഓർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ വീട്ടിലോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ നിന്നെ പറ്റി ഞാൻ പറഞ്ഞു, ഞാനത് പറയത്തില്ല. ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അച്ഛനെ സംശയിക്കാൻ നിർബന്ധിതയായിട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഹൈഡ് ചെയ്യുകയല്ല, ഐ നോട്ട് സേവ് ഇറ്റ് ടു യു. വലിയ വ്യത്യാസം. ഒരാളിന്റെ കാര്യമായിരിക്കാം, വേറൊരു താൻ അറിഞ്ഞാൽ തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അതൊക്കെ ഞാൻ തന്നെ മറച്ചു വെച്ചെന്ന് വരും. പക്ഷെ ഞാൻ ഒളിച്ചു കളയണം. എത്ര രൂപ കിട്ടി, ഞാൻ ഏതൊക്കെ വീട്ടിൽ പോയി, ആരോടൊക്കെ വർത്തമാനം പറഞ്ഞു, എന്റെ വീട്ടിലെ പണം, ഞങ്ങളുടെ വീട്ടിലെ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ ഒരു രഹസ്യം നീ പറയാൻ കേട്ടോ. 14 വർഷമായി വഴക്കുണ്ടായെന്ന് പറഞ്ഞില്ലയോ? എന്റെ കാരണം പറഞ്ഞുതരാം. എന്റെ വീട്ടിലെ പൈസ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് നീയാണ്. അതല്ല കാരണം കേട്ടോ, അതൊരു തമാശ. പക്ഷേ എവിടുന്ന് രൂപ പറഞ്ഞു, ആർക്ക് രൂപ എനിക്കറിയാം. എന്നിൽ നിന്ന് വരെ ഒളിച്ചുകൊണ്ട് നീതി നടത്തിയിട്ടില്ല. ദൈവത്തിന്റെ കൃപയാൽ നീതിയൊന്നും ഒളിച്ചു വരില്ല. Don't hide anything. If you have committed a mistake, ask forgiveness. Don't try to justify it. You must ask forgiveness in public for the sins or wrongs you did in public. If it was sin or wrong you did with God, you must ask forgiveness to God alone. പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ദിവസം എന്റെ മകൻ ഒരു മാനുണ്ട്, ഓക്സ്ഫോർഡ്. അവന്റെ ഒരു ഇമെയിൽ, അവൻ യൂറോപ്പിൽ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു ഇമെയിൽ അവന് മൂത്ത ജ്യേഷ്ഠൻ അയച്ചു, അബിക്ക് അയച്ചു. അതിനകത്ത് എഴുതും, ഡാഡി, ഐ എം വെരി അഫ്രൈഡ് ഓഫ് അബിച്ച, ഐ എം വെരി അഫ്രൈഡ് ഓഫ് അവർ ഡാഡി. I still remember when we were small children, one day he was angry with mom. He took a glass because the coffee was very cold and he threw the glass at mommy. ഞാൻ ആലോചിച്ചു, എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അരുമயான കർത്താവിന്റെ ദാസൻ ഗ്ലാസ് എടുത്ത് ഭാര്യ അറിയുന്നു. എനിക്കിപ്പോഴും ഓർമ്മയില്ല. ബൈ മിസ്റ്റേക്കിന് ആ ഇമെയിലിന്റെ കോപ്പി എനിക്കൂടെ വന്നു. ഇവൻ നമുക്ക് ധാരാളമുണ്ട്. റിപ്ലൈ എന്നുള്ളതിന് പകരം റിപ്ലൈ ടു ആൾ നായി പോയാൽ എല്ലാവർക്കും കൂടെ പോകും. അതെനിക്ക് വന്നു. ഞാൻ വായിച്ചിട്ട് ഞാൻ വാസത്തിലില്ലായിരുന്നു. വൈകിട്ട് കുടുംബ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ കൂടെ കട്ടിലിരിക്കുക, കൈ കൊടുത്ത് പ്രാർത്ഥിക്കാതെ ഞാൻ വെച്ചിട്ട് ഇന്ന് ബ്ലസ്സിന്റെ ഒരു ഇമെയിൽ വന്നു. ഞാൻ തന്നെ ഗ്ലാസ് എടുത്ത് എറിഞ്ഞെന്ന്. നേരാണ്? ആ നേരം. അവള് മറന്നില്ല. കമ്പ്യൂട്ടറും സ്ത്രീയും ഒരുപോലെ എല്ലാം ഹാർഡ് ടെസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അവൾ അറിഞ്ഞില്ല. ഞാൻ ചോദിച്ചെന്ന്, അയ്യോ ഒരു ദിവസം കാപ്പി കൊണ്ട് തന്നു തണുത്താന്ന് പറഞ്ഞു ഏറ് തന്നു. എന്നിട്ട് കൊണ്ടോ അച്ചാൻ എറിയാൻ അറിയത്തില്ല. പിന്നെ എങ്ങനെ കൊണ്ടു പ്രാർത്ഥിക്കാൻ എന്റെ കർത്താവ് ഞാൻ ചെയ്തെറ്റി ശ്രമിക്കണമെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല ആദ്യം പറഞ്ഞാൽ. പക്ഷെ മനസ്സിനൊരു സുഖമില്ല, സുഖമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പ്രാർത്ഥിക്കാൻ എന്താ പറഞ്ഞൊക്കെ പറഞ്ഞില്ലേ, അന്ന് ഞാൻ ഗ്ലാസ് എടുത്ത് തന്നെ എറിഞ്ഞിട്ട് ഞാൻ ക്ഷമ ചോദിച്ചായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പോഴും ഞാൻ ക്ഷമ ചോദിക്കുക എന്നോട് ശ്രമിച്ചാൽ. എനിക്ക് വേദപുസ്തകത്തിന്റെ തത്വം അറിയാം. എന്താണെന്ന് അറിയാമോ? നീ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരോട് ക്ഷമ ചോദിക്കണം.
അവർ ക്ഷമിച്ചെന്ന് പറയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ലില്ലി എന്നോട് ക്ഷമിക്കണം. ലില്ലി എന്നോട് പറഞ്ഞു, അയ്യോ ഞാൻ അന്നേ ക്ഷമിക്കാം. പറഞ്ഞു, എന്നാലും ഒന്ന് ക്ഷമിച്ചാൽ പറഞ്ഞാൽ. ലില്ലി എന്നോട് പറഞ്ഞു. എന്നിട്ടും 2 ദിവസം കഴിഞ്ഞിട്ടും സമാധാനമില്ല. എനിക്ക് കാര്യം മനസ്സിലായി. അടുത്ത ദിവസം ഞാൻ കുഞ്ഞുങ്ങളെ കൂടെ വിളിച്ചിട്ട്, കാരണം കുഞ്ഞുങ്ങളെ കാണുകയായിരുന്നു. രഹസ്യമായിട്ട് ചെയ്തത് രഹസ്യമായിട്ടും പരസ്യമായിട്ട് ചെയ്തത് പരസ്യമായിട്ടും ചോദിക്കുക. ഓണർ യുവർ മദർ ആൻഡ് ഫാദർ. ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ഫാദർ-in-law and mother-in-law. 26. Protect your spouse. Let no one put her down or let no one put him down, not even your mother. Protect your mother. Next, know the desire of your spouse and honor it. For example, if your spouse does not like you wearing a particular type of dress, don't do it. If your spouse would like to have a particular chair in the home, try to get one. 28. Whenever a servant of God will pass, whenever a servant of God will pass your way, invite him for a meal or a cup of coffee. Ask him to pray for your whole family by laying his hands on each one of you. ഒരു ദൈവത്തിന്റെ ദാസൻ നിങ്ങളുടെ വീട്ടിന്റെ വാതിൽക്കൽ കൂടെ പോയാൽ അദ്ദേഹത്തെ വീട്ടിനകത്ത് വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട് വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ദൈവദാസൻ വന്നാൽ, നിങ്ങൾക്കറിയാം, മധുരയിലെ ചെറിയാൻ പദവിയാണ്. അദ്ദേഹം അതുവഴി വന്നപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് എനിക്കും എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ ദൈവദാസന്മാരും ദിനകരൻ വന്നാൽ എന്റെ വീട്ടിൽ വരുത്തില്ലേ. അദ്ദേഹം ആദ്യം വീട്ടിൽ പോകുന്നില്ല, കാരണം അദ്ദേഹം ഒരു ശിക്കാരിയും. എന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോകും. അദ്ദേഹത്തിന് മുമ്പ് ഞാൻ മുട്ടുകുത്തും. അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാം, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാം, എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാം. അറിയാൻ പോകെ വന്നാൽ അദ്ദേഹത്തെ പോയി ഞാൻ കാണും. അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാം. ആരെല്ലാം വന്നിട്ടുണ്ടോ ഒക്കുമെങ്കിൽ ചിലര് മാത്രമേ എന്റെ വിരലിൽ നിന്ന് ഒഴിഞ്ഞു വിട്ടുള്ളൂ. ബാക്കി എല്ലാവരെയും ഒന്നുകിൽ എന്റെ വീട്ടിൽ കൊടുക്കും. അതാണ് ഉൽഫത്മാൻ യൂറോപ്പിലെ അപ്പോസ്തലൻ. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മുറിയിൽ പോയി പ്രാർത്ഥിച്ചു. ഏതെങ്കിലും ഒരു ദൈവദാസൻ വന്നു കഴിഞ്ഞാൽ ഒക്കുമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നെവർ ഹാവ് ടു. 2 പാടില്ലാത്ത ചില കാര്യങ്ങൾ. 2 കിടക്ക പാടില്ല. Bible talks about bed and not beds. Sleep in one bed. എക്സെപ്ഷൻ കേസ് എടുക്കാം. അതിന് സുഖമില്ല, അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 3 മണിക്കാണ് വരുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഞങ്ങൾ ഇന്നുവരെ വഴക്കുണ്ടായി കഴിഞ്ഞിട്ട് പോലും 2 കിടക്കൽ കിടന്നിട്ടില്ല. നെവർ ഹാവ് 2 birds എന്ന് പറഞ്ഞാൽ 2 പേർക്കും ഒരു പണം. അതല്ല ഇതിന്റെ അർത്ഥം. ഇത് എന്റെ പണം അല്ല, ഇത് നമ്മുടെ പണം. ഒരാളെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 2 പേരുടെ പണമാണ്. Never have 2 cookings. 2 പാചകം പാടില്ല. അച്ചായന് വേറെ, അമ്മാമ്മയ്ക്ക് വേറെ. 30 പറഞ്ഞു അവസാനിപ്പിക്കാം. Bless Israel and pray for the peace of Jerusalem. കാരണം എന്റെ വേദപുസ്തകം പറയുന്നു, ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നവർക്ക് സമാധാനമുണ്ടാകും. അതുകൊണ്ട് വല്ലപ്പോഴും ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇസ്രായേൽ യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 30 തത്വങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. കുറെ കൂടി നല്ല ഒരു ഭർത്താവാകുവാൻ പ്രാർത്ഥിക്കുക. കുറെ കൂടി ഒരു നല്ല ഭാര്യയാകുവാൻ പ്രാർത്ഥിക്കുക. കുറെ കൂടി നല്ല ഒരു മക്കളായി തീരുവാൻ പ്രാർത്ഥിക്കുക. എന്റെ സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചെടുക്കുകയും ചെയ്യുക. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. ആരൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്? നിങ്ങളുടെ സ്പൗസിന്റെ അടുക്കൽ ചെന്നിട്ട് കൈകോർത്ത് പിടിച്ച് നിൽക്കാമോ? ഭാര്യയും ഭർത്താവും ഒന്നിച്ചോ? അടുത്ത കാലത്തെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്ത് കാണത്തില്ലെങ്കിൽ നമുക്ക് ഇന്നങ്ങ് ചെയ്യാം. പണ്ട് കല്യാണത്തിന് ചെയ്തതായിരിക്കും, അന്ന് വീട്ടിൽ ചെന്നപ്പോൾ പിടിവിട്ടതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ ക്ലാസ് അനുഗ്രഹമായിരിക്കും. ഇവിടെ വന്ന് 4-5 മണിക്കൂർ ഇരുന്ന് അനുഗ്രഹമായിരിക്കണം.